ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു. ലാസ്റ്റ് വീക്ക് നമ്മൾ പോയതൊരു മ്യൂസിയം ആയിരുന്നു, ഷാർജ മ്യൂസിയം. അത് സയൻസ് മ്യൂസിയം ആയിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് ഷാർജ ആർക്കിയോളജി മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അല്ലേ? തുടങ്ങാം. ഇഞ്ചോ ഹലോ ഹലോ ഹലോ. ഷാർജ ആർക്കിയോളജി മ്യൂസിയം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. കറക്റ്റ് ലൊക്കേഷനിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. അപ്പോൾ നമുക്ക് പോണ വഴികളൊക്കെ കാണാം. നമ്മൾ ഇവിടുത്തെ ദുബായിലെ പാലങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളി. ഷാർജ ഏരിയയിൽ വരുന്ന, ഷാർജ റീജിയനിൽ വരുന്നതാണ് ഇതൊക്കെ. അടിപൊളി ഇതല്ല ഇവിടുത്തെ പാലത്തിൻ്റെ പണി എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 5-6 കിലോമീറ്ററുള്ള ഒരു പാലൊക്കെ ആണെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ പണി തീരും. ഇതൊക്കെ പെട്ടെന്നാണ് ഇവിടുത്തെ വർക്കുകൾ നീങ്ങുന്നത്. പണി തീരുന്ന അപ്പം തന്നെ വണ്ടി ഓടി തുടങ്ങും. ഉദ്ഘാടനം ചെയ്യാനായിട്ട് മന്ത്രി MLA ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സയൻസ് മ്യൂസിയത്തിൻ്റെ തൊട്ട് സെയിം മതിൽക്കെട്ട് തന്നെയാണ് കേട്ടോ. അതേ ലൊക്കേഷൻ തന്നെയാണ്. അതിൻ്റെ ആർക്കിയോളജി മ്യൂസിയം കഴിഞ്ഞിട്ടാണ് സയൻസ് മ്യൂസിയം. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം സയൻസ് മ്യൂസിയം. അപ്പോൾ നമ്മൾ ആർക്കിയോളജി മ്യൂസിയത്തിൻ്റെ ആ എൻട്രൻസിലേക്ക് കയറുകയാണ് ഇപ്പോൾ. ഇതാണ് ആർക്കിയോളജി മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ അങ്ങറ്റത്ത് ബിൽഡിംഗ് കാണാം. നല്ല വിശാലമായ പാർക്കിംഗ് ഒക്കെ കാണാം. കാരണം ചൂട് സമയമായതുകൊണ്ട് അധികം പേരൊന്നും ഇപ്പോൾ ആർക്കിയോളജി മ്യൂസിയം കാണാൻ വരുന്നില്ലാണ്. ചൂട് സമയത്തൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടാണ്. കാരണം ഇത് ഇൻഡോറാണ് ഫുള്ളായിട്ടും. നമ്മളിവിടെ എത്തി. പക്ഷേ അന്നത്തെ പോലെ തന്നെ നല്ല വെയിലുണ്ട്. എന്തായാലും പോവാൻ പറ്റും. ഇവിടെയും നമുക്ക് ടിക്കറ്റ് നിരക്ക് 10 ദിർഹംസാണ്. കുട്ടികൾക്ക്, അതായത് ബിലോ 12 ഇയേഴ്സ് ആണെങ്കിൽ ഹാഫ് ആണുള്ളൂ. ബിലോ 2 ഇയേഴ്സ് ആണെങ്കിൽ ഫുൾ ഫ്രീ ആണ്. കുട്ടികൾക്ക് ചെയ്യാനായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മളെ ഈ പുരാവസ്തു എങ്ങനെ ഒരു സാധനം മണ്ണിൽ നിന്ന് എടുത്ത് കണ്ടുപിടിക്കുന്നത്, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ജാക്കറ്റും ക്യാപ്പും കാൽമ സോക്സും ഒരു ഷവല് അങ്ങനെ ബക്കറ്റ് സാധനങ്ങളൊക്കെ അവർ തരും. അത് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പസിൽസ് ആണ്. പസിൽസ് അത് കുറച്ച് പാർട്ടുകൾ ഇങ്ങനെ മിസ്സായിട്ടുണ്ടാവും. അവിടെ വാളിലുള്ള കുറേ പിക്ചേഴ്സില്ല. അപ്പോൾ അത് ആ മിസ്സായ പാർട്ട് നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിച്ച് അവിടെ ഒട്ടിക്കുക. അപ്പോൾ നമ്മളിനി കയറാൻ പോകുന്നത് സ്റ്റോൺ ഏജിലാണ്. സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ ശിലായുഗമാണ്. അതായത് നമ്മുടെ ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടമാണ്. 5000 BC to 3000 BC ആണ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ഇൻസൈഡ് ഫുള്ള് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിലാണ് ഇവർ സെറ്റ് ചെയ്തത്. ഒരു പ്രത്യേക മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ. ഒരു ആർക്കിയോളജി മ്യൂസിയത്തിൻ്റെ ഒരു മോഡേൺ ഒരു ആർക്കിയോളജി മ്യൂസിയമാണത്. നല്ല സെറ്റപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൈൽസ് ഓഫ് ഷെല്ലാണ്. അതായത് നമ്മുടെ കക്കകൾ. നമുക്കപ്പോൾ നോക്കാം. ഇവിടെ നല്ല രസമുണ്ട്. വെറൈറ്റി ടൈപ്പുകളാണ്. അതെ, ഈ സീഷെൽസ് എന്ന് പറഞ്ഞാൽ 7000 ഇയേഴ്സ് അഗോള സീഷെൽസ് ആണ് ഇവിടെ കാണുന്നത്. അയ്യായിരം 6000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഷാർജ, അതായത് UAE ജനങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നത്, അവരുടെ ആഭരണങ്ങൾ, അവിടുത്തെ ആ കാലഘട്ടം ഫുള്ള് ഇവിടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ.
5000 years അഗോളുള്ള സ്കെൽറ്റൻസ് ആണിത്. അന്നത്തെ ആളുകളുടെ ആ ഒരു അസ്ഥികൂടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ തലയുടെ വലുപ്പവും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതയാണ്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു 5 പേരുടെ സ്കെൽറ്റൻ അവിടെ ഉണ്ട്. ഈ മ്യൂസിയത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇവിടുത്തെ UAE നിന്നുള്ള മണ്ണിൽ നിന്ന് കണ്ടെടുത്ത സാധനങ്ങളാണ് എല്ലാം. ഇവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെടുത്ത സാധനങ്ങളാണ് എല്ലാതും. ഇതെല്ലാം കാലഘട്ടത്തിലെ പാത്രങ്ങളാണ്, മൺപാത്രങ്ങൾ. അത് വെറൈറ്റി കുറേ ടൈപ്പ് പാത്രങ്ങളുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പാത്രങ്ങളുടെ തന്നെ ഒരു കലവറയാണ്. അന്നത്തെ വീടുകളിൽ ഒരു മോഡൽ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയാണ് അന്നത്തെ ആ കാലഘട്ടത്തിലെ വീടുകളുടെ. ശിലായുഗം കഴിഞ്ഞു. അതായത് കല്ല് കൊണ്ടുള്ള ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളാണെന്ന് ആദ്യം ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ. അതിനുശേഷം ലോഹങ്ങളിൽ തന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബ്രോൺസാണ്. ബ്രോൺസിന് ശേഷം അയൺ കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടം കൃത്യമായിട്ട് ഇങ്ങനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കുറേ ശ്രദ്ധിക്കണം. എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ QR കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് പിന്നെ അറിഞ്ഞത് നമുക്കത് വോയിസ് ആയിട്ട് കേൾക്കാൻ പറ്റും. വായിക്കണേക്കാട്ടും നല്ലത് വോയിസ് ആയിട്ട് കേൾക്കുന്നതല്ലേ. അപ്പോൾ അവർ നന്നായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ QR കോഡ് സ്കാൻ ചെയ്യാൻ മറക്കണ്ട. Gold figurines that were found in the Tel Brak tomb and are approximately 4,000 years old. They show Crypto markets acting like a roller coaster. Don't just sit aside, prepare for the ride. Trade on the most trending cryptocurrencies with Plus 500. Enjoy real-time quotes, competitive spreads, advanced charting tools, free alerts, and many other great features. Crypto market is moving. Are you ready to go? പണ്ടത്തെ ശവക്കല്ലറകളുടെ ഒരു മോഡലുണ്ട്. ഇത് ആ മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങോട്ടുള്ള കാഴ്ചകൾ BC 300 600 ഇടയ്ക്കുള്ള കാര്യങ്ങളാണ്.
ഇതൊക്കെ നമ്മുടെ കുട്ടികൾ എന്തായാലും മസ്റ്റായിട്ട് കാണിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇതിന് തൊട്ടുള്ള മുന്നത്തെ വീഡിയോ സയൻസ് മ്യൂസിയം അതെന്തായാലും കാണിച്ചിരിക്കണം. കാരണം സയൻസ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ മിസ്സാക്കരുത് ആരും, അത് കയറി കണ്ടോളൂ. BC 150 നമ്മളുടെ ഡെഡ് ബോഡി ശവം ദഹിപ്പിക്കുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 2175 വർഷം മുന്നേ. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കിൽ നമ്മൾ ദഹിപ്പിക്കുന്നില്ല ശവം, നമ്മുടെ ശ്മശാനങ്ങൾ, ഇലക്ട്രിക് ശ്മശാനങ്ങൾ ഉണ്ടല്ലോ, അത് അന്ന് വിറകിലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡായിരിക്കും. അങ്ങനത്തെ കണ്ട അത് ദഹിപ്പിക്കുന്ന മെത്തേഡ് അന്നേ ഉണ്ടായിരുന്നു 2175 വർഷം മുന്നേ. മണി ഈസ് പവർ, അത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ കോയിൻസ് ആണ്. ഇതിനകത്ത് പിക്ചറിൽ കാണുന്ന പോലെയല്ല, സംഭവം ചെറുതാ, പക്ഷെ അടിപൊളിയുണ്ടോ, നല്ല രസമുണ്ട് പഴയ. ഒരു വെറൈറ്റി ചിത്രം ഉണ്ട് കേട്ടോ ഇവിടെ, ഒരു കുതിരയുടെ. നമ്മൾ ആ കുതിരയുടെ അടുത്ത് നിന്നിട്ട്, ഒറിജിനൽ കുതിരയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണ ഒരു ഫീൽ വരും. ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ലിറ്റിൽ ആർക്കിയോളജിസ്റ്റ് ഏരിയയിലേക്കാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കുള്ള ഏരിയ ആണിത്. അപ്പോൾ കുട്ടികൾക്ക് ഉള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. കുറച്ച് വസ്തുക്കൾ ഇങ്ങനെ കുറേ ബോക്സുകളിലാക്കി അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഗെയിംസ് ഉടനെ വരും കേട്ടോ, അതിൻ്റെ പുറകെയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ഷാഡോ വെച്ചിട്ട് ഓരോ ഷേപ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവിടെ. ഒട്ടകത്തിൻ്റെ അസ്ഥി കൂടെ കണ്ടല്ലേ, ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഇതൊരു ആർട്ടിഫിഷ്യൽ ഇതാണ്. നമുക്കവിടെ കാണാൻ വേണ്ടി ഒരു ഷേപ്പിന് വെച്ചേക്കുന്നത് അവിടെ. ഇവിടെ കുറേ ഒരു മഡ് ഹൗസ്, പണ്ടത്തെ ആ ഒരു ഇത് മഡ് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചൂട് സമയത്ത് തണുപ്പും ഉണ്ടാവും, തണുപ്പ് സമയത്ത് ചൂടും നിൽക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇതാണ് മഡ് ഹൗസ്. അപ്പോൾ അത് നമുക്ക് മഡ് ഹൗസ് നമുക്ക് അവിടെ കുറച്ച് ബ്രിക്സൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അതൊക്കെ എടുത്ത് ഇങ്ങനെ അടക്കി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി പോകുന്നതിന് മുന്നേ ലാസ്റ്റത്തെ ഒരു പോർഷനാണിത്. ഇവിടെ നമുക്ക് അവിടെ ക്രയോൺസും കുറച്ച് പേപ്പറുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട്. നല്ല പിക്ചറിന് അവിടെ അവരവിടെ ഡിസ്പ്ലേ ചെയ്യും. അവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പിക്ചേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ വരയ്ക്കാനുള്ളൊരു ഇതുണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. രസമല്ല അത്, നമ്മൾ വരച്ച പിക്ചർ കുറേ വർഷം കഴിഞ്ഞ് നമ്മളവിടെ പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആർക്കിയോളജി മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആർക്കിയോളജി ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ സയൻസ് മ്യൂസിയത്തിൽ കണ്ട പോലെ തന്നെ ചെറിയൊരു റെസ്റ്റ് ഏരിയ ഉണ്ട്. നമുക്കവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ. അപ്പോൾ അതും അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തൊക്കെ പോരാം. അപ്പോൾ വീഡിയോ
നല്ലൊരു രീതിയിൽ നമ്മൾ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാത്ത വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് നമ്മളത് കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, കാണുക, കുട്ടികളൊക്കെ കൊണ്ട് എന്തായാലും കാണിക്കുക ഈ സ്ഥലം. വീഡിയോ കാണാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.